ഈ ശിഷ്യന്മാര് ഒരുപാട് പേര്, ശിഷ്യകൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ശ്വേത ഇപ്പോ ഈ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇളയരാജ സാറിന്റെയും മേറമാൻ സാറിന്റെ ഒക്കെ സ്ഥിരം ഗായികയായിട്ട് അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ? തീർച്ചയായിട്ടും. കുറേ പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ട് കേട്ടോ. ആന്ധ്രയിലുണ്ട് ഗോപിക പൂർണിമ എന്നുള്ളത്, പിന്നെ ശ്വേത, കുറേ കുട്ടികള്. എൻ്റെ ശ്രേയ ജയദീപ് കൊച്ചിലെ വന്നതാ പഠിക്കാനായിട്ട്. കുറേ പേര് അങ്ങനെ ഉണ്ട്. നമ്മുടെ രഞ്ജിത്ത് ഉണ്ണി, എൻ്റെ മെഡജിമിക്ക് കമ്മൽ പാടിയ, അങ്ങനെ കുറേ ഇവിടെ തമിഴ് ആൾക്കാർ. റിമി 4 വർഷമാണ് കൊറോണയ്ക്ക് തുടങ്ങിയത്. റിമി ടോമി അവൾ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ അതിൽ ശ്വേത എടുത്ത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ശ്വേത സാപ്പാസ തൊട്ട് എൻ്റെ സ്വന്തം കുട്ടിയെന്ന് പറയാം പഠിച്ചത് എൻ്റെ അടുത്തത്. അത് കഴിഞ്ഞൊരു 7 വർഷം കഴിഞ്ഞാണ് അവൾ പ്ലേബാക്ക് സിംഗറായിട്ട് പോയത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്ലേബാക്ക് സിംഗറായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അവൾ ഒറ്റ പോക്കായിരുന്നു. ഇതുവരെ പിടിച്ചാൽ കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിലും സമയം കിട്ടി എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഈ ചിലപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഷൂട്ടൊക്കെ ഉള്ള നേരം നമ്മൾ ചിലപ്പോൾ ബിസി ആണെങ്കിൽ, കൃഷ്ണനും ബിസി ഇല്ലാത്ത നേരത്തിൽ, കൃഷ്ണൻ വേറൊരു ബിസി, പക്ഷേ കൃഷ്ണനും എടുക്കാറുണ്ട്. അങ്ങനെ കാരണം എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു. മനോധർമ്മം എല്ലാ കാര്യങ്ങളും ശ്വേതയ്ക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു. പക്ഷെ അവൾക്ക് അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തൊരു കച്ചേരി ചെയ്യാനായിട്ട് പറ്റണില്ല. കാരണം എല്ലാ വീക്കും ഒരു 2-3 ഗാനമേളകളും റെക്കോർഡിങ്സും ഉണ്ട്. അപ്പം ഞാനും പറഞ്ഞു, തമിഴിലൊരു ചൊല്ലുണ്ട്, കാറ്റുള്ളമ്പോഴല്ലേ തൂറ്റാൻ പറ്റുള്ളൂ എന്ന്. തൂറ്റാൻ എന്ന് പറഞ്ഞാൽ ചാറൽ, മഴയ്ക്ക് പറയണതാണ്. എന്ന് പറയുമ്പം നിനക്ക് അങ്ങനെ ഒരു ചാൻസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൽ സാരമില്ല, അതിൽ ബിസി ആയിക്കോളൂ, കുഴപ്പമില്ല. കർണാട്ടിക് പാടർ അങ്ങനെയൊന്നും ഞാൻ ആരെയും ഇത് ചെയ്യാറില്ല. എനിവേ അത് ഭയങ്കര ഒരു പ്രൗഡാണ് അവളെ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ പൊസസീവ് ആണോ എന്ന് വരെ തോന്നും ശ്വേതയുടെ പേരിൽ. എനിക്ക് ശ്വേതയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വഴക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയും അതുകൊണ്ടാണ്. കാരണം അത്രയും കാലിബർ ഉണ്ടെന്നറിയാം.